എന്റെ മുന്നിലിരിക്കുന്ന സുന്ദരിമാരെ, ആഹാ, ആള് നല്ല ഫോമിലാണല്ലോ. ഈ ഇരിക്കുന്ന പാമ്പോൽ ഇരിക്കുന്ന മനുഷ്യൻ ആരാന്നറിയോ? സിംഹം, തനി സിംഹം. ഇനി നാളെ ആരെങ്കിലും ഏതെങ്കിലും പട്ടിയാണോ മൈൻഡിയോ? അതല്ല ഉദ്ദേശിച്ച്. ആന മെലിഞ്ഞാൽ ആരെങ്കിലും തൊഴുത്ത് കെട്ടുവോ? എന്റെ സാറ് നാളെ മുതലും പുലിയാണ്, പുലി. ഇതൊന്ന് ചപ്പളാച്ചി അടിക്കാതെ ചെന്നിരുന്ന് കഴിക്കുക. അപ്പൊ ഞാൻ ചപ്പളച്ചല്ലേ? അല്ല, സാറിന് എത്ര വർഷത്തെ സർവീസായി? 35. 22 വയസ്സ് ജോയിൻ ചെയ്താ. അപ്പൊ സാറിന്റെ ഫാമിലിയൊക്കെ? സാറിന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് ഭാര്യയും മോനും കൂടി ധ്യാനത്തിന് പോയേക്കുക ഹോട്ടലിൽ. പോടാ, അവൻ ചുമ്മാ പറഞ്ഞതാ. എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോയി. പക്ഷെ ഞാൻ അവളെ കളഞ്ഞിട്ടില്ല. ഇതാ കണ്ടില്ലേ, നുണ പറയാന്ന് പറഞ്ഞാൽ മോനും ഏകദേശം അതുപോലെ തന്നെ. അവൻ അമേരിക്ക സെറ്റിൽ ചെയ്തു. വരാറൊന്നുമില്ല. അവിടെ ഫൈനാൻഷ്യൽ അനലിസ്റ്റാ. അവന്റെ അനാലിസിസിൽ അവന്റെ തന്തയുടെ വില വട്ട 0. നിങ്ങൾ കഴിക്കേ. പെൺകുട്ടികൾ ഈ പ്രായത്തിൽ വേണം നിറച്ച് കഴിക്കാൻ. സാറിന്റെ പേരൻസ് എവിടെയാ? അവരൊക്കെ സ്റ്റാർ ആയിട്ട് മോളി നിപ്പുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യല്ലേ? അല്ല, ബാധ്യതകൾ ഒഴിവായല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇവനെയൊക്കെ ആ അപ്പൻ ഒരു തുരിശടിക്കാരനായിരുന്നു. തോട്ടത്തിൽ ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മരിച്ചുപോയി. ആ സമയത്ത് ഞാനാണെങ്കിൽ കൊച്ചുകുട്ടി, അമ്മയ്ക്കാണെങ്കിൽ ചെറുപ്പം. വിശപ്പ് വന്നാൽ എന്തു ചെയ്യും? ആഹാരം കഴിക്കട്ടെ. എന്നെ കൊണ്ട് ഒരു അനാഥാശ്രമത്തിലാക്കിയിട്ട് അമ്മ എങ്ങോട്ടോ പോയി. ആർക്കറിയാം? പിന്നെ കണ്ടിട്ടില്ല. കണ്ട ഓർമ്മയും ഇല്ല. എപ്പോ അടിച്ചാലും സാർ ഈ കഥ പറഞ്ഞ് എന്നെ കരയിപ്പിക്കും. എടാ, ഇത് കഴിച്ചിട്ട് പോടാ. എടാ പോലടാ, കഴിച്ചിട്ട് പോ. അവ അങ്ങനെ തന്നെ. ഞാൻ ആ ആശ്രമത്തിലെ അച്ഛൻ്റെ ആ രീതിയും സ്വഭാവവും ആ വെള്ള വസ്ത്രമൊന്നും എന്തോ എനിക്കൊന്നും പിടിച്ചില്ല. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവിടെ നിന്ന് തുടങ്ങി എൻ്റെ കിക്ക് ഓഫ്. പിന്നെ അങ്ങോട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമായിരുന്നു. അറിയാൻ മേലാത്ത മുഴുവൻ ജോലിയും ചെയ്തു. മേസ്തിരി പണി, മേക്കാട്ട് പണി, എച്ചിപ്പാത്രം കഴുവല്, എന്തൊക്കെ ചെയ്തു. കടത്തന്നെ കിടന്നു ഉറങ്ങും. അടുത്തൊക്കെ ഉള്ള പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഈ നേർച്ച ചോറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിന്ന് വയറ് നിറയ്ക്കും. പകല് മുഴുവൻ പണി, രാത്രി മുഴുവൻ പഠിത്തം. അങ്ങനെ പഠിച്ച് ഒരുവിധം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുത്തിയിരുന്ന് പഠിച്ച് പോലീസിക്കാൻ 35 വർഷം. ഇന്നലെ പോയതുപോലെ ഉണ്ട്. തിരിഞ്ഞു നോക്കുമ്പം ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. അപ്പൊ സാറിന്റെ ജീവിതത്തിൽ ഒരു റിഗ്രറ്റും ഇല്ല? അബ്സല്യൂട്ട്ലി നോ. എന്നാലും നമ്മുടെ സാറ് ഒരു 1.5 ഐറ്റം തന്നെയാ, അല്ലേ സാറേ? ആ കഴിക്കുന്നേ. ഇതാ സാറേ, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? അല്ല, ഞങ്ങളൊരു സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. കഴിച്ചിട്ട് പോകൂ. അല്ല, ഞങ്ങൾ ഇനി ഇരുന്ന പടം തുടങ്ങിയിട്ടേ എത്തത്തുള്ളൂ. കഴിക്കേ. ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം എന്തായാലും. പിന്നെ ഒരു ദിവസം വന്നാ ഈ ബിരിയാണി ഉണ്ടാവോ? മഴ വരുന്നുണ്ട്. അതെയോ? ഒരു ദിവസം അവൻ വരും എന്നെ കൊണ്ടുപോവാൻ. ഈ വിക്രമാദിത്യൻ വേതാളത്തിനെ തോളിട്ടുകൊണ്ട് പോയതുപോലെ എന്നെ അങ്ങനെ തോളിട്ടുകൊണ്ട് പോകും. സാറി അറമ്പറ്റണ വർത്താനൊന്നും പറയല്ലേ. സാറിന് എന്തെങ്കിലും പറ്റിയ പിന്നെ എൻ്റെ കാര്യം. ഞാനാണ് കാശിന് വേണ്ടി നെട്ടോട്ട് വിടുക. സാറിനറിയാമോ, എൻ്റെ അമ്മ കൊട്ടും വയ്യ സാറ്. 2 കിട്ടിയും പോക്കാം.
ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ട് പരിപോയി. നാളെ ആശുപത്രിയിൽ 50,000 രൂപ ബില്ലടക്കാനുണ്ട്. സാറ് കുറച്ച് കാശ് എന്ന് സഹായിച്ചാല് ഞാൻ ജോലി എടുത്ത് വീട്ടിക്കോളാം. ഏത് ജോലി? ഇവിടെ എടാ നീ ഇപ്പോഴേ ഓവർ ഡ്രാഫ്റ്റിലാണ് പോണത്. പിന്നെ എൻ്റെ പെൻഷൻ കാശ് കണ്ടോണ്ടാണ് ഇതിന്റെ തള്ളയുടെ ദീനമെങ്കിൽ മോനെ ആ സാമ്പാർ അധികം തിളയ്ക്കാതെ ഇപ്പോഴേ അങ്ങ് ഇറക്കി വെച്ചേരെ കേട്ടാ. ഭാര്യക്കും ഗുണമില്ല, മക്കൾക്കും ഗുണമില്ല. പിന്നെ എന്തിനാണ് സാറേ ഇത്രയും കാശ് കെട്ടിപ്പൂട്ടി വെച്ചേക്കണത്? ആക്രിക്കാരന് കൊടുക്കാൻ പേപ്പർ വിലക്ക്. എന്നാലും നിനക്ക് 5 പൈസ തരൂല. എന്നാ പിന്നെ ശരി, ഞാൻ പോണു സാറേ. പിണങ്ങിയ വണ്ടിക്കൂലി വേണ്ടേ? വണ്ടിക്കൂലി വാസി ഒരാക്രിക്കാരന് കൊടുത്താ മതി. കണ്ണിച്ചോരില്ലാത്ത മനുഷ്യനാണ്. നേരുടെ കൂടെ ഇത്രയും ജോലി ചെയ്തിട്ട് ജീവ എന്ന ക്രിമിനൽ ജയിൽ ചാടിയിരിക്കുന്നു. ഓവർ. ജോസഫ് പിന്നെ പറയടാ സാറേ. ആ ജീവ ജയിലിട്ടിട്ടുണ്ട് സാറേ. എപ്പോഴും ഒരു അരമണിക്കൂറായി സാറേ. ഞങ്ങൾ അവനെ തപ്പിയുള്ള ഓട്ടത്തിലാണ്. സാറും സൂക്ഷിക്കണം. ആ സാറേ, ഇവിടെയൊന്നും ആരുമില്ല സാറേ. സാറിന് വെറുതെ തോന്നിയതായിരിക്കും. ഇല്ലടാ, ഞാൻ ഒരു നെയില് കണ്ടിവിടെ. ഇല്ല സാറേ, ഞാൻ ഇവിടെ മൊത്തം അരിച്ചു പറക്കി. സാറാ ഡോറൊക്കെ ലോക്ക് ചെയ്തായിരുന്നോ? സാറേ, സ്റ്റേഷനിൽ ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. സാർ ഒരു കാര്യം ചെയ്യും, തൽക്കാലം സാറ് വീട്ടിനകത്ത് തന്നെ ഇരിക്കും. ഞാൻ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. ശരി. അങ്ങേർക്ക് വെറുതെ തോന്നിയതായിരിക്കും, മനുഷ്യന്റെ സമയം വീണക്കെടുത്താനായിട്ട്. എണീറ്റിട്ടുണ്ടാവുന്നാവോ? സാറേ, ഇടിക്കോളൂ സാറേ. ആ, അടിച്ചു മൂത്ത് ഫിറ്റായി വാളം വെച്ച് കിടപ്പുണ്ടാവും. സാറേ, ലോക്ക് ചെയ്തിട്ടില്ലേ? അയ്യോ സാറേ, സാറേ ഇതെന്തോ സാറേ, സാറേ ഇടിക്കുള്ളൂ സാറേ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ സാറേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്തിനാ സാറേ കടങ്ങി ചെയ്തത്? എന്റെ സാറ് പോയി, എന്നെ പോയി. എന്റെ സാറ് പോയില്ലേ, എനിക്ക് ആരാ
പോലീസിനെ വിളിച്ചാലോ? ഹലോ സാർ, ഞാൻ ഇടുക്കുള്ള സാറിന്റെ വീട്ടിൽ നിന്ന് വിളിക്കാം. എന്താ എന്തു പറ്റി? എന്റെ സാറ് പോയി.